അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബനു മഖ്തൂം ഗോത്രം. ആ ഗോത്രക്കാർ ബിംബാരാധകരാണ്. ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ടു വണങ്ങുമായിരുന്നു. ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും. യാസിർ യമൻ സ്വദേശിയാണ്. മക്കത്ത് വന്ന് താമസമാക്കി. യാസിറിൻ്റെ ഭാര്യ സുമയ്യ, മക്കൾ അമ്മാർ, അബ്ദുള്ള, എല്ലാവരും അടിമകൾ തന്നെ. ഗോത്രത്തിനു വേണ്ടി പണിയെടുക്കുക, അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ദാരിദ്ര്യം തന്നെ, അതിൽ നിന്ന് മോചനമില്ല. അടിമകളല്ലേ? അപ്പോഴാണ് പ്രവാചകരുടെ വിളി വരുന്നത്. ഇസ്ലാം ദീനിലേക്കുള്ള ക്ഷണം. ഇഹലോകത്തും പരലോകത്തും വിജയം. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുക. അതിനെന്തു തടസ്സം? യാസിർ കുടുംബം ചർച്ച ചെയ്തു. ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിങ്ങളായി. പ്രകാശം മൂടിവയ്ക്കാനാവില്ലല്ലോ. യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനൂ മഖ്ദൂം ഗോത്രം അറിഞ്ഞു. അവർ എല്ലാവരെയും പിടികൂടി. യാസിറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്നും മടങ്ങണം. ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ്റെ പ്രവാചകനിൽ ഞങ്ങൾക്ക് സത്യം വ്യക്തമായി. ഞങ്ങൾ വിശ്വസിച്ചു. സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കൽ വലിയ ധിക്കാരമായിരുന്നു. ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കേണ്ട. അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കരുതെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ്. ബനൂ മഖ്ദൂം ഗോത്രം അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ലാത്തയിലേക്കും മനാത്തയിലേക്കും മടങ്ങണം. ബനൂ മഖ്ദൂമിൻ്റെ കൽപ്പനയാണിത്. ബനൂ മഖ്ദൂമിനോട് ഞങ്ങൾ യാതൊരു നന്ദികേടും കാണിച്ചിട്ടില്ല, വിശ്വാസവഞ്ചന നടത്തിയിട്ടില്ല. മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. ഇതിൽ എവിടെയാണ് തെറ്റ്? പെട്ടെന്ന് അടിപൊട്ടി. പറഞ്ഞതനുസരിച്ചാൽ മതി. തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ധിക്കാരികൾ, നിങ്ങളെ മര്യാദ പഠിപ്പിച്ചു തരാം. അടിയും തൊടിയും. ബോധം കെടും വരെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹക്കും മർദ്ദനം ലഭിച്ചു. മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനം. ഇരുമ്പിൻ്റെ കവചം കൊണ്ടുവന്നു. യാസിർ റളിയല്ലാഹു അൻഹുവിനെ അത് ധരിപ്പിച്ചു. ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു. ഇരുമ്പിൻ്റെ കവചം ചൂട് പിടിപ്പിച്ചു. അതിനകത്തെ മനുഷ്യ ശരീരം ചൂട് കൊണ്ട് കരിയാൻ തുടങ്ങി. തൊലി കരിഞ്ഞ മണം. ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെ ആ ശരീരം പുറത്തെടുത്തു. തളർന്നു പോയിരുന്നു. നേരെ നിൽക്കാനാകുന്നില്ല. നീ മുഹമ്മദിൻ്റെ മതം കൈവെടിയുമോ? കാരുണ്യവാനായ അള്ളാഹുവേ, എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. വിശ്വാസം പതറിപ്പോകാതെ കാത്തു രക്ഷിക്കണമേ. എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകണമേ. ഉള്ളൊരുക്കിയ പ്രാർത്ഥന. എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ലേ? വെള്ളത്തിൽ തല പിടിച്ചു താഴ്ത്തി. ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ശിരസ്സു പിടിച്ചുയർത്തി മുഖത്തടിച്ചു. സന്ധ്യാനേരത്ത് യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചുകൂരയുടെ സമീപത്തുകൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വന്നു. ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു. യാസിർ കുടുംബമേ, ക്ഷമ കൈക്കൊള്ളുക. നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു. ക്ഷമ, ക്ഷമ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും പറഞ്ഞുകൊണ്ട് നടന്നുപോയി.